ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ വാദിയെ പ്രതിയാക്കിയ പോലീസ്. ആരോപണ വിധേയർ വരച്ച വഴിയിലൂടെ നടത്തിയ അന്വേഷണം. അതോടെ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് വരെയും ആശങ്ക. ഇനി കോടതിയിലാണ് ഇരകളുടെ കുടുംബത്തിൻ്റെയും ആക്ഷൻ കൗൺസിലിൻ്റെയും പ്രതീക്ഷ. കേസിൽ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയുടെ മൊഴി രേഖപ്പെടുത്താത്തത് അസ്വാഭാവിക നടപടിയെന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഉയർന്നു വന്ന ഗൂഢാലോചന ആരോപണത്തിൽ ഇതുവരെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ ബംഗളഗുഡയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ സംബന്ധിച്ചും ദുരൂഹതയേറുകയാണ്. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചന നടന്നതിന്റെ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്നാണ് SIT കർണാടക ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത്. ഗൂഢാലോചന വശം മാത്രമാണ് അന്വേഷിച്ചത്. കേസിൽ സാക്ഷികളായ പുരന്ദര ഗൌഡയും തുക്കാറാം ഗൌഡയും സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് നാഗപ്രസന്ന ഗൂഢാലോചനയിൽ വ്യക്തത തേടിയത്. ഹർജിക്കാരെ സാക്ഷികളായി പരിഗണിക്കാനും ചൂണ്ടിക്കാട്ടുന്ന പുതിയ ഇടങ്ങളിൽ പരിശോധന നടത്താനും കോടതി SITക്ക് നിർദ്ദേശം നൽകി. കേസിൽ പ്രതിയായ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയുടെ മൊഴി ബെൽത്തങ്ങാടി മജിസ്ട്രേറ്റ് മുൻപാകെ രേഖപ്പെടുത്താത്തതിൽ ജസ്റ്റിസ് നാഗപ്രസന്ന ആശ്ചര്യം പ്രകടിപ്പിച്ചു. മൊഴി രേഖപ്പെടുത്താത്തത് അസ്വാഭാവിക നടപടിയാണെന്നും ജഡ്ജി അഭിപ്രായപ്പെട്ടു. അനധികൃതമായി മൃതദേഹങ്ങൾ സംസ്കരിച്ചതിനെക്കുറിച്ച് കൈവശമുള്ള വിവരങ്ങൾ സെപ്റ്റംബർ 26 നടക്കുന്ന അടുത്ത വാദത്തിൽ സമർപ്പിക്കാനും ഹർജിക്കാരോട് കോടതി നിർദ്ദേശിച്ചു. ഗൂഢാലോചന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ വിശദമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇതിനിടയിൽ ബംഗളഗുഡയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ സംബന്ധിച്ചും ദുരൂഹതയേറുകയാണ്. തദ്ദേശീയർ ഉൾപ്പെടെ പുറത്തുനിന്നും ആളുകൾ എളുപ്പം എത്തിച്ചേരാൻ കഴിയാത്ത ബംഗളഗുഡയിൽ ഇത്രയും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ എങ്ങനെ കാണപ്പെട്ടുവെന്നതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന ചോദ്യം. പ്രദേശത്തു നിന്നും നേരത്തെ ഒരു കയർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് ആത്മഹത്യക്ക് ഉപയോഗിച്ചതായിരിക്കില്ലെന്ന നിഗമനത്തിലാണ് SIT. മറിച്ച് കയർ ഉപയോഗിച്ച് കൊലപാതകം നടത്തിയതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. പ്രദേശം ആത്മഹത്യാ കേന്ദ്രമാണെന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നും SITക്ക് ലഭിച്ചിട്ടില്ല. ബുധനാഴ്ച മുതൽ കാട് പിടിച്ച കുന്നിൻ മുകളിൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾക്കായി SITയുടെ തിരച്ചിൽ തുടരുകയാണ്. നിരവധി തലയോട്ടികളും അസ്ഥികൂടുകളുമാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത്. കൃത്യമായി എണ്ണം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രദേശത്തു നിന്നും ഒരു തിരിച്ചറിയൽ കാർഡ് കണ്ടെടുത്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും തലയോട്ടികളുമായി ഇതിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 ധർമ്മസ്ഥല.